പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. നേരം പാതിരാത്രി കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. കാരണം മറ്റൊന്നുമല്ല, പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിനാവിൽ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ബിലാലെ, പിണക്കാണോ എന്നോട്? എത്ര കാലമായി എൻ്റെ മദീനയിൽ നിന്ന് പോയിട്ട്? നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് തോന്നുന്നില്ലേ? എന്താ എൻ്റെ അരികിൽ വരാത്തത് എന്ന്. ബിലാൽ തങ്ങൾ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്തൊരു സ്വപ്നമാണ് പടച്ചോനെ കണ്ടത്. നേരം പുലരുവോളം അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിയുന്നില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പ്രിയപ്പെട്ട മദീനയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. സുബ്ഹ് നിസ്കരിച്ചു, ഭാര്യയോട് യാത്ര പറഞ്ഞു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ നിമിഷത്തിലെ തങ്ങളില്ലാത്ത മദീനയിലെ ഞാനിനി നിൽക്കൂല എന്ന് പറഞ്ഞ് ഇറങ്ങി നടന്നയാളാണ്. ഷാമിലാണെത്തിയത്. വഴിദൂരം നോക്കുകയാണെങ്കിലേ ഒരു 40 ദിവസമെങ്കിലും യാത്ര ചെയ്യേണ്ടതുണ്ട്. പ്രായം കൂടിയിട്ടുണ്ട്. ഏകദേശം 67 വയസ്സായിട്ടുണ്ട്. വൃദ്ധനാണ്. പഴയ പോലെ ആരോഗ്യമൊന്നുമില്ല. മാത്രമല്ല, പഴയകാലത്തെ എത്രയോ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയുണ്ട് അതിൻ്റെയൊക്കെ ബലഹീനതകളൊക്കെ ഇപ്പോഴും വിടാതെ വേട്ടയാടുന്നുണ്ട്. ഭാര്യയോടെ യാത്ര പറഞ്ഞിട്ട് ബിലാൽ തങ്ങൾ വീണ്ടും മദീന ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. യാത്ര പോകുമ്പോഴേ മനസ്സിൽ എന്തൊക്കെയോ ഇങ്ങനെ ഓർമ്മകൾ ഇരമ്പി വരുന്നുണ്ട്. ആരുമല്ലാതെ നൂറുകണക്കിന് അടിമകളുടെ കൂട്ടത്തിൽ ഏതോ ഒരു വീട്ടിൽ ഒന്നുമല്ലാതെ ഈ പ്രപഞ്ചത്തിലെ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ജീവിച്ച് മതിയാകേണ്ടിയിരുന്ന ഒരു ജീവിതമായിരുന്നു തൻ്റേത്. അപ്പോഴാണല്ലോ അള്ളാഹുവിൻ്റെ ഹബീബിനെ കുറിച്ച് കേൾക്കുന്നതും പുതിയ മതത്തെക്കുറിച്ച് അറിയുന്നതും. വിശ്വസിച്ചു. നെഞ്ചിൻ്റെ ഉള്ളിൽ മുത്തനബിയോടുള്ള മഹബത്ത് കൊണ്ടു നടന്നു. ഉടമയറിഞ്ഞു. വല്ലാതെ ശിക്ഷിച്ചു. എത്രത്തോളായിരുന്നു ആ ശിക്ഷ? ഇപ്പോഴും ഓർക്കുമ്പോൾ പെരുവിരലിൽ നിന്ന് മൂർധാവ് വരെ വലിയൊരു നൊമ്പരം അനുഭവപ്പെടുന്നുണ്ട്. ചുട്ടുപഴുത്ത മണലിൽ വലിയ വലിയ പാറക്കല്ലുകൾ ശരീരത്തിൽ കയറ്റിയിട്ടേ മുകളിൽ നിന്നും ചൂട്, മണലിൻ്റെ ചൂടും എല്ലാം സഹിക്കുമ്പോഴും തുള്ളി വെള്ളം കിട്ടുന്നില്ല. നാവ് കുഴയുന്നുണ്ട്. കാലിൻ്റെ വെള്ളം നോക്കി മുതലാളിമാരടിക്കുന്നുണ്ട്. അടികൊണ്ട് പുളയുമ്പോഴും നഗ്നമാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് മാംസം ഇങ്ങനെ വെന്ത് കരിയുന്ന വാസന വന്നപ്പോഴും കണ്ണ് മറയുന്നത് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് അഹദ് അഹദ് എന്നാണ്. കാരണം അത്രക്കിഷ്ടായിരുന്നു അല്ലാഹുവിൻ്റെ ഹബീബിനെ. ഏതെങ്കിലും ഒരു ദിവസം ആരെങ്കിലും തൻ്റെ പ്രയാസങ്ങൾ കാണും, താൻ മോചിപ്പിക്കപ്പെടും, മുത്തനബിയുടെ സവിധത്തിലെത്തും. അന്ന് എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവും. ആ പ്രതീക്ഷയിലാണ്. പരിഹാരം ഉണ്ടായി. സിദ്ദീഖ് തങ്ങൾ അറിഞ്ഞു, മോചിപ്പിച്ചു, മുത്തനബിയുടെ സവിധത്തിലെത്തി. വല്ലാത്ത സന്തോഷമായി. ആരാരുമില്ലാത്ത തനിക്ക് അവിടുന്ന് താങ്ങും തണലുമായത്. മറ്റെല്ലാ സ്വഹാബികളെ കൂട്ടത്തിലും കാപിരിയായ, കറുത്തവനായ, കണ്ടാൽ അറക്കുന്ന പ്രകൃതമുള്ള എന്നെ ചേർത്ത് പിടിച്ച് ഇപ്പോഴും മറക്കില്ല. ആ വെളുത്ത പൂമേനിയിൽ എത്ര തവണയാണ് തൻ്റെ ശരീരം ചേർത്ത് വെച്ചത്. എത്ര തവണയാണ് മുത്തനബി തന്നോട് പുഞ്ചിരിച്ചത്, കൽപ്പനകൾ പുറപ്പെടുവിച്ചത്. എല്ലാം ശിരസാ വഹിച്ചിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. മക്കം ഫത്തഹ് കഴിഞ്ഞിട്ടേ എല്ലാവരും ഇങ്ങനെ മുത്തനബിയുടെ അരികിൽ കാബൻ്റെ അടുത്ത് കൂടി നിൽക്കുമ്പോൾ കാബയുടെ ഉള്ളിൽ കയറിയിട്ടേ വാങ്ക് വിളിക്കാൻ പറഞ്ഞത് എന്നോടാണ്. ഇപ്പോഴും ഓർക്കുന്നുണ്ടത്. എന്തൊരു സന്തോഷമായിരുന്നു. എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അവസരത്തിന് വേണ്ടി. പക്ഷേ കൂട്ടത്തിൽ എത്യോപ്യയിലെ ബാപ്പയാരാണെന്നും ഉമ്മയാരാണെന്നും അറിയാതെ എവിടെയോ ഒരു കുട്ടിൽ ജനിച്ച തനിക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ എന്നോടാണ് തങ്ങൾ വാങ്ങി വിളിക്കാൻ പറഞ്ഞത്.
സന്തോഷത്തോടെ വിളിച്ചു. പിന്നീടേ സ്വഹാബികളൊക്കെ വിളിച്ചത് മുഅദ്ദിൻ റസൂലുള്ളാഹ് എന്നാണ്. മുത്തുനബിയുടെ പള്ളിയിലെ വാങ്ക് വിളിക്കാരൻ. എന്തൊരു രസമായിരുന്നത് കേൾക്കാൻ. 5 വക്തും വാങ്ക് വിളിക്കുന്നു. തങ്ങളുടെ തൊട്ട് പിറകിലേ മദീനത്തെ പള്ളിയിലെ സ്വഫ് കെട്ടുന്നു. അവിടത്തേക്ക് വേണ്ടി ഖിദ്മത്തെടുക്കുന്നു. അവിടുത്തെ എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ടാകുന്നു. മനസാക്ഷി സൂക്ഷിപ്പുകാരനാകുന്നു. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നടക്കുകയാണ്. മദീനയിലെത്തി. സമയം ഒരുപാടായിട്ടുണ്ട്. സുബഹയോടടുത്ത സമയമാണ്. മുഅദ്ദിനെ കാണുന്നില്ല. ഉമർ ഖലീഫയുടെ ഭരണകാലാണ്. കണ്ടപ്പോൾ സന്തോഷമായി. ഖലീഫയുടെ അഭ്യർത്ഥനയാണ്, നിങ്ങളൊന്ന് വാങ്ക് വിളിക്കും. എത്രയോ തവണ കയറിയ ആ മിമ്പറിൽ, മിനാരത്തിൽ വീണ്ടും കയറി വാങ്കി വിളി തുടങ്ങി. പക്ഷേ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഹബീബിൻ്റെ റോളാ ഷരീഫിനോടടുത്താണ്. വാങ്കി വിളി മുടിപ്പിക്കാൻ സാധിച്ചില്ല. അശ്വദ് അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എത്തിയപ്പോഴേക്ക് ബോധരഹിതനായി വീണു. ആ നാമം കേട്ടപ്പോൾ മുത്തുനബിയോടൊപ്പമുള്ള നിമിഷങ്ങളും ആലോചിച്ചിരിക്കണം. സഹാബികളെ താങ്ങിയെടുത്ത് താഴേക്കിറക്കി. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള കണ്ണറയെ കണ്ട് മുത്തുനബിയോട് മനസ്സിൽ ഇങ്ങനെ കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് വീണ്ടും നാട്ടിലേക്ക് പോയി. പക്ഷേ നാട്ടിലെത്തിയപ്പോഴേ കരശലായ പനി, രോഗശൈലായിപ്പോയി. അങ്ങനെ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് ഭാര്യ അടുത്തിരുന്നുകൊണ്ട് വിതുമ്പുന്നുണ്ട്. എന്നെ വിട്ടുപോകാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കരയുന്ന ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് വല്ലാതെ ചിരിച്ചിട്ട് ബിലാൽ തങ്ങൾ പറയണേ, എന്തിനാ കരയണേ? ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന സമയമല്ലേ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഹബീബിനെയും എൻ്റെ കൂട്ടുകാരെയും കാണാനുള്ള നിമിഷമാണ്. നാളെ ഞാൻ വഫാത്താകും. എന്നോട് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബിലാലെ, ഞങ്ങളെല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ് എന്ന്. ഓദൻ നൽഖൽ അഹിബ്ബ മുഹമ്മദൻ വസ്വഹ്ബ വലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാന നിമിഷത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കെലിമത്തായിരുന്നു ഇത്. അതങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. വല്ലാതെ ചിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ കണ്ടിട്ട് മരണാസന്നനായ ആ സമയത്ത് പോലും മരിക്കുന്നുള്ള ഭയത്തിലല്ല, നാട്ടിൽ നിന്ന് പോകുന്ന പേടിയിലല്ല, ഞാൻ പോയാൽ പ്രിയപ്പെട്ട ഭാര്യക്കാരുണ്ട് എന്നുള്ള ആവലാതിയൊന്നുമില്ല. അദ്ദേഹം ചിരിക്കുകയാണ്, മനസ്സറിഞ്ഞ് ചിരിക്കുകയാണ്. മറ്റാർക്കും ചിരിക്കാനാകാത്ത അത്രയും ആഹ്ലാദത്തിലുള്ള ചിരി. കാരണം എന്താണെന്നറിയോ? ജീവിതത്തിലെ ജീവനെക്കാട്ടിലുമേറെ ഏറെയേറെ സ്നേഹിച്ച, ജീവൻ ഒന്നുറപ്പുണ്ടായിരുന്നിട്ടും തള്ളിപ്പറയാനും ഒറ്റുകൊടുക്കാനും തയ്യാറാകാതിരുന്ന വിശുദ്ധ പ്രവാചകൻ്റെ അരികിലേക്കുള്ള യാത്രയിലാണ്. അങ്ങനെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് കണ്ണടച്ചു. ആ കണ്ണടച്ച് കിടന്ന കിടപ്പിൽ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അസ്സലാമു അലൈക്കും.